ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ഭാഗവത സത്സംഗത്തിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തിരുമേനിക്ക് പാദ നമസ്കാരങ്ങൾ. പതിവ് പോലെ രാവിലെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് നവാഹം നിർവഹിക്കണം, നിർവിഘ്നം ഭംഗിയായി നടത്തിത്തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനി നവാഹത്തിന്റെ 4-ാം ദിവസം ഭക്തി നിർഭരമായ കീർത്തനങ്ങളോടും ഭഗവത് വർണ്ണനയോടും കൂടിയും ആരംഭിച്ചു. എന്നത്തെയും പോലെ പാരായണങ്ങൾ ഭക്തിപൂർവവും ചിട്ടയോടും കൂടി സമർപ്പിക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം. ആദ്യത്തെ പ്രഭാഷണം ശ്രീമദ് ഭാഗവതത്തിന്റെ ഹൃദയമായ ഗീതയോടുകൂടി ആരംഭിച്ചു. ഡോക്ടർ സുധാജിയുടെ ഭഗവത്ഗീതയിലും മറ്റ് ഗ്രന്ഥങ്ങളിലും ഉള്ള അറിവോടുകൂടിയ അവതരണ ശൈലി ഹൃദ്യമായി. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത് എന്ന് മനസ്സിലാക്കി തന്നു. ഏത് പ്രതിസന്ധികളിലും തളരാത്ത ദൃഢഭക്തിയോടെ ഭഗവാന്റെ ദാസാനുദാസൻ ആകാൻ ആഗ്രഹിക്കുന്ന വൃത്രാസുരന്റെ അനന്യ ഭക്തി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. 2-ാമത്തെ പ്രഭാഷണം വീണ്ടും ഒരു പ്രൊഫഷണൽ ആയ അസ്ട്രോളജർ ശ്രീ വിദ്യാജി ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാപാപം എന്ന വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. തന്റെ സ്വയസിദ്ധമായ സൗമ്യമായ ശൈലിയിൽ അവതരിപ്പിച്ചു. അനാരോഗ്യ അവസ്ഥയിലും ഒരു കഴിവ് അനാരോഗ്യ അവസ്ഥയിലും ഒഴിവുകളോ ഒന്നും പറയാതെ പ്രഭാഷണത്തിന് തയ്യാറായി. അവരുടെ ഡെഡിക്കേഷൻ എടുത്തു പറയാതെ വയ്യ. ഇന്നത്തെ പ്രഭാഷണങ്ങളിലൊക്കെ ഒന്നിനൊന്ന് മെച്ചമാക്കിക്കൊണ്ട് 3-ാമത്തെ പ്രഭാഷണം ചെയ്ത കമലാവതി അമ്മ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞ് നല്ല തഴക്കം വന്ന അമ്മയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കായാലും മനസ്സിലാകുന്നതാണ്. അനാത്മ വസ്തുക്കളിൽ നിന്ന് മാറ്റി മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കണം എന്ന ഉപദേശം നൽകുന്ന ചിത്രകേതു ഉപാഖ്യാനം സരളമായ ശൈലിയിൽ ഭക്തിരസം നിറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു. ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടു കൂടെയാണ് ഞാൻ കേട്ടിരുന്നത്. അമ്മയ്ക്ക് നമസ്കാരം. തടവില്ലാതെ ഭഗവത് ചിന്തയിൽ തന്നെ സത്സംഗം ഉച്ചഭക്ഷണ സമയത്തും ശ്രീമൽ നാരായണീയം പാരായണം തുടർന്നു. ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ പ്രഭാഷണം ഭക്തന്മാരിൽ പ്രഥമ സ്ഥാനീയനായ പ്രഹ്ലാദ ചരിതം പറഞ്ഞത് ഇന്ദിരാജിയാണ്. ധർമ്മം അർത്ഥം കാമം മാത്രം പരിചയമുള്ള സഹപാഠികളിലും തന്നെ പോലെ ഭഗവത് ഭക്തി വർദ്ധിക്കാനായി ആത്മസ്വരൂപനായ ഭഗവാനെ മാത്രം ആശ്രയിച്ചാൽ മതി, പുരുഷാർത്ഥങ്ങൾ എല്ലാം നേടാൻ എന്ന സത്യം ഉപദേശിച്ച ഭാഗം നല്ല രീതിയിൽ അവതരിപ്പിച്ചു അമ്മ. 5-ാമത്തേത് ആചാര്യ പ്രഭാഷണമാണ്. അതിനെ വിലയിരുത്താൻ എനിക്ക് യോഗ്യതയില്ല. പ്രഹ്ലാദ സ്തുതി എത്ര സിമ്പിളായാണ് മനസ്സിലാക്കി തന്നത്. മനസ്സിന്റെ ദ്വന്ദ്വങ്ങൾ അകന്ന് നിഷ്കളമാക്കണം. 2 ഉണ്ടെങ്കിലേ ഭയമുള്ളൂ. ഭാവം നന്നാക്കണം. കരുണാനിധിയായ ഭഗവാനിൽ അനന്യഭക്തി ശ്രദ്ധയോടെ കൂടി ശ്രവണം കീർത്തനാദികളാൽ പരമഹംസ പദവിയിലെത്താം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആചാര്യന്റെ പ്രഭാഷണത്തിൽ നിന്ന്. തിരുമേനിക്ക് നമസ്കാരം. പിന്നെ ശ്രീമതി രമാദേവി രാമകൃഷ്ണന്റെ ഷോഡശ സംസ്കാരങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ നമ്മൾ മറന്നുപോയ പല സംസ്കാരങ്ങളെയും നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു. ഷോഡശ സംസ്കാരങ്ങളെ പറ്റിയും വർണ്ണാശ്രമ ധർമ്മങ്ങളെ പറ്റിയും സ്ത്രീധർമ്മങ്ങളെ പറ്റിയും വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. തിരുമേനി പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം വിമർശിക്കുന്നത്. ആദ്യമായി പ്രഭാഷണം പറയുന്നു എന്ന് പറഞ്ഞെങ്കിലും ഹരിദാസ് ജിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. നല്ല രീതിയിൽ എടുത്ത് പറയേണ്ട വിഷയം ചുരുങ്ങിയ വാക്കുകളിൽ ഭംഗിയായി അവതരിപ്പിച്ചു. അജ്ഞാനികളോട് കരുണയുള്ള സജ്ജനങ്ങൾ അവരെ സംരക്ഷിക്കുന്നതിലൂടെ ഭഗവാനെയും പ്രീതിപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരാരാധന എന്ന് മനസ്സിലാക്കി തന്നു ആ പ്രഭാഷണത്തിൽ നിന്ന്. പിന്നെ ഹൃദ്യമായ ലളിതാ സഹസ്രനാമ പാരായണം ഭഗവതി സേവയോട് കൂടിയ 4-ാം ദിവസം നവാഹം ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കുവാനായി സാധിച്ചു. തിരുമേനിയുടെയും കുടുംബാംഗങ്ങളുടെയും ഡെഡിക്കേറ്റഡ് സർവീസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം ഉണ്ട്.
ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തഥാ കുരുഷ്വ ദേവേശ നാദസ്ത്വം നോ യദ പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യ പൃഥ്വീ സസ്യശാലിനി ദേശോയം ശോഭരഹിത ബ്രാഹ്മണാ സന്ധു നിർഭയാ അപുത്ര പുത്രിണ സന്ധു പുത്രിണ സന്ധു പൗത്രിണ അധനാ സധനാ സന്ധു ജീവന്തു ശതദാം ശതം. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷര പദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗ ബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമാ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജഗദീശ്വര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇങ്ങനെ ഒരു അവസരം തന്ന തിരുമേനിക്ക് പാദ നമസ്കാരങ്ങൾ തിരുമേനി. അതുകൊണ്ട് എല്ലാ പ്രഭാഷണവും ഇന്ന് ഇരുന്ന് കേട്ടു, വായന കേട്ടു, എല്ലാം കേട്ടു തിരുമേനി. അത് കാരണം വളരെ സന്തോഷം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല സമർപ്പണം. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതൊരു മാതൃകാ സമർപ്പണമാണ് ശരിക്കും വെച്ചാല്. ഇന്നലെ പുഷ്കല ചേച്ചി പറഞ്ഞതുപോലെയും അതിനു മുമ്പ് ഭാഗ്യം അമ്മ പറഞ്ഞതുപോലെയും ഒക്കെ തന്നെ ഇതൊക്കെ ആ വിലയിരുത്തലുകൾ വലിയൊരു ഭാഗ്യം തന്നെ കാരണം തന്നെയാണ്. കാരണം എല്ലാവരുടെയും ശ്രദ്ധിക്കണ്ടേ, അതിലെ വേണ്ടത് എടുത്തെഴുതുക. അതാണ് അതിനകത്ത് നല്ലത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. മള്ളിയൂര് ഈ പണ്ട് 41 ദിവസമായിരുന്നു മണ്ഡലത്തില് ഉണ്ടായിരുന്നു. 41 ദിവസം ഈ സംഗീത കച്ചേരി ഉണ്ട്. അപ്പൊ കൊച്ചു കുട്ടി മുതല് അങ്ങ് വലിയ ആൾക്കാർ വരെ അവിടെ വരും. അദ്ദേഹം അവിടെ പോയി ഫുള്ള് കേൾക്കുകയും ചെയ്യും. വൈകിട്ടാണ്, സന്ധ്യാവന്തനം കഴിഞ്ഞിട്ടാണ് അവിടെ തുടങ്ങുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിനും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ ഏതെങ്കിലും ഒരു കീർത്തനം, മിക്കവാറുമൊക്കെ രാഗങ്ങൾ അദ്ദേഹത്തിന് അറിയാം, കീർത്തനം എടുത്തു വെക്കും. കൊച്ചു കുട്ടിയാണല്ലോ, എന്താ ക്ഷീരസാഗര ദേവഗാന്ധാരം വേണ്ട പോലെ അവിടെ പാടിയെന്ന് പറഞ്ഞ് അത് കളങ്കമില്ലാതെയാണ് കേട്ടോ ആ കുട്ടിയോട് പറയുന്നത്. പക്ഷെ അത് അതിന് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഭാഗവതം കാണിച്ചു തരുന്നത് ഇതില് നല്ലതിനെ ചോർന്നെടുക്കാൻ പറ്റണമെങ്കിൽ എളുപ്പമല്ല. നമുക്ക് ഈ നെഗറ്റീവേ കാണാൻ പറ്റുള്ളൂ. അപ്പം അത് വലിയൊരു ഇതാണ്. ഹംസത്തിന്റെ കാര്യം പറഞ്ഞ പോലെ എന്തായാലും വളരെയധികം സന്തോഷം. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ. കിങ്ങിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷ സ്ഥിരപര കുവലയദള നീല കൃഷ്ണ ജയ ജഗദീശ ഹരേ. ദധി നവനീത ഹര കൃഷ്ണ തരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമധര കൃഷ്ണ ജയ ജഗദീശ ഹരേ. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ
കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന കൃഷ്ണ ജയ ജഗദീശ ഹരേ നന്ദ കുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സുദിവര ശുഭഫലദ കൃഷ്ണ ജയ ജഗദീശ ഹരേ പൂന്താന പ്രിയനേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ കൃഷ്ണ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ പടുതര മരുഭൂമോ ചരതാം പതി പതി പരിപദദ പ്രതിപദലളിതം ത്വാം തൃപ്ത പരമസുഖം ദേവാ ജയ ജയ ഭാഗവത പരമപദേ ഭഗവാൻ കമലഭവായ കൃപായ ത്വം നിജ കമലമുഖേന ദദോ ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത നവനവരസഭരിതം ദിവ്യം നാരായണമുഖഗളിതം നളിനാസന ദേവ പ്രദദോ നാരദ മുനയേ ത്വാം ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ആലോഡ്യാഖില ശാസ്ത്രം ഭഗവൻ അനവാപ്യ മനഃശാന്തിം ആസ്വാദ്യാതുലരസം തേ ശാശ്വതം ആനന്ദമാപരം ദേവ ജയ ജയ ദേവവദ കൃഷ്ണ ജയ ജയ ഭാഗവത നിഗമാന്തർഗളിതം മധുരം നിരവധ്യ പദലസിതം നിർഗുണനിഷ്ഠോഭി ശ്രീശുകോ നിത്യം പിബതി ത്വാം ദേവ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കലിമലഹരണം ത്വാം ശ്രുത്വാ കൈവല്യ സുഖപ്രദം കൃഷ്ണ പ്രേമ നിമഗ്നോ രാജ കൃഷ്ണ പദാംബുജമാഭ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ശ്രീഹരേ നമ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ചരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം രുക്മിണി വല്ലഭ ശ്രീഹരി കൃഷ്ണ ശരണം മേ തവ ശരണയുഗം പ്രഹ്ലാദ പ്രിയ നരഹരി രൂപ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം
രാധാരമണ മുകുന്ദ മുരാരി ചരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ഹരിചരണം മേ തവ ചരണയുഗം. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിന്റെ കാതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിന്റെ കാതലേ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ താരാട്ടു പാടിയതമ്മ താലോലം നാട്ടിയതമ്മ ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ താരാട്ടു പാടിയതമ്മ താലോലം നാട്ടിയതമ്മ ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ പൊന്നിന്റെ നിറമല്ലേലും പൊന്നോന്ന് വിളിച്ചതമ്മ പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ താരാട്ടു പാടിയതമ്മ താലോലം നാട്ടിയതമ്മ ഞാനുറങ്ങണ നേരത്ത് രാവായിരുന്നതമ്മ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ. ഭാഗവതം ശ്രീമദ് ഭാഗവതം ഭാഗവതം ശ്രീമദ് ഭാഗവതം വ്യാസരചിതമാ വാങ്മയതീർത്ഥം വിശ്വമടങ്ങോ വിരാട് ഭാവം ആ ഭക്തിയുണരുന്ന ജപമന്ത്രമായി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതം ശ്രീമദ് ഭാഗവതം ഭാഗവതം ശ്രീമദ് ഭാഗവതം. പ്രകൃതിയും മാനവ ഹൃദയവും ഉണ്മയിലു തീരും
ഓർമ്മയിലുതീരും ജ്ഞാനാമൃതം അറിയുക ബോധസ്വരൂപം അതു തിരിച്ചറിവിന്റെ ലോകം അറിയുക ബോധസ്വരൂപം അതു തിരിച്ചറിവിന്റെ ലോകം സനാതനം ഇതു സനാതനം സനാതനം ഇതു സനാതനം ഭാഗവതം ശ്രീമദ്ഭാഗവതം ഭാഗവതം ശ്രീമദ്ഭാഗവതം ധർമ്മവും പരമമാ സത്യവുമൊന്നാം തത്വത്തിലുയരും ഭജനാമൃതം ധർമ്മവും പരമമാ സത്യവുമൊന്നാം തത്വത്തിലുയരും ഭജനാമൃതം പകരുക ആത്മീയ ഗംഗ ഇനി പുതിയൊരു ജീവിതചര്യ പകരുക ആത്മീയ ഗംഗ ഇനി പുതിയൊരു ജീവിതചര്യ സനാതനം ഇതു സനാതനം സനാതനം ഇതു സനാതനം ഭാഗവതം ശ്രീമദ്ഭാഗവതം ഭാഗവതം ശ്രീമദ്ഭാഗവതം വ്യാസരചിതമാ വാങ്മയതീർത്ഥം വിശ്വമടങ്ങുമി വിരാട് ഭാവം ആ ഭക്തിയുണരുന്ന ജപമന്ത്രമാ സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി